പലപ്പോഴും ഹജ്ജ് സീസൺ ആയാൽ ആളുകൾ വാട്സപ്പ് മെസ്സേജുകളിലൂടെയും പലപ്പോഴും പത്രത്തിലുമൊക്കെ അല്ലെങ്കിൽ നേരിട്ട് പോയി കണ്ടുമൊക്കെ ഞാനും ഭാര്യയും ഇന്ന ദിവസം ഹജ്ജിന് പോകുന്നു, വാക്കാല പ്രവൃത്തിയിലോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് തരണം എന്നൊക്കെ പറഞ്ഞ് ഒരു വല്ലാത്ത ഒരവസ്ഥ കാണുന്നു. അതുപോലെ പലപ്പോഴും വീട്ടിൽ യാത്ര പോകുന്നതിന് മുമ്പായി കുടുംബക്കാരെയും നാട്ടുകാരെയും ഒക്കെ വിളിച്ച് ഒരു സദ്യ കൊടുത്ത് ഒരു പാർട്ടിയൊക്കെ നടത്തുന്ന ഒരു പ്രവണത പലപ്പോഴും കണ്ടുവരുന്നു. എന്താണ് ഇതിൻ്റെ ഒരു ഇസ്ലാമിക വിധി? അതുകൂടി ശ്രോതാക്കൾക്ക് വേണ്ടി പറഞ്ഞാൽ നന്നായിരിക്കും. ഈ പൊരുത്തപ്പെടിക്കുക എന്നുള്ളത് കേവലം ഒരു ചടങ്ങല്ല. ഇപ്പോൾ ഞാൻ ഇതുവരെ ജീവിതത്തിൽ യാതൊരു ബന്ധമില്ലാത്ത ഒരാളോട് പോയി നിങ്ങളെനിക്ക് പൊരുത്തപ്പെട്ട് തരണം എന്ന് പറയുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല. നേരെ മറിച്ച് വ്യക്തിപരമായി ഞാനും അദ്ദേഹവുമായി ചില ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരാളോടാണ് എന്ത് ചെയ്യേണ്ടത്? പൊരുത്തപ്പെടിക്കേണ്ടത്. അത് ഹജ്ജിന് മാത്രമല്ല. അത് മാത്രമല്ല, ഹജ്ജിന് മാത്രമല്ല. ഇപ്പോൾ പ്രത്യേകം മനസ്സിലാക്കണം, ഒരാളുമായി പിണങ്ങി നിൽക്കുകയാണ് എങ്കിൽ 3 ദിവസത്തിലധികം പിണങ്ങി നിൽക്കാൻ പാടില്ല. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടും. ഈ പിണങ്ങി നിൽക്കുന്ന ആളുകളുടെ കാര്യത്തിൽ ഹത്താ യസ്തലിഹ, അവരൊന്ന് നേരെ ആകട്ടെ എന്നിട്ടായിരിക്കാം അവരുടെ അമലുകൾ ഉയർത്തപ്പെടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഹജ്ജിനും ഉംറക്കും വേണ്ടി മാത്രമല്ല ഈ ഒരു പൊരുത്തപ്പെടിക്കലുള്ളത്. അത് ഒരു ചടങ്ങും അല്ലെങ്കിൽ ഹജ്ജിൻ്റെ മാത്രം ഒരു കർമ്മവുമല്ല, ഒരു ബാധ്യതയുമല്ല. അതേപോലെ തന്നെ ഹജ്ജിനോടനുബന്ധിച്ച് ഹജ്ജ് തന്നെ ഇന്നത്തെ കാലത്ത് വലിയ സാമ്പത്തിക ബാധ്യതയുള്ളതാണ്. പല പ്രദേശങ്ങളിലും വ്യത്യസ്തമായ പരിപാടികളാണുള്ളത്. ഹജ്ജ് കല്യാണം എന്ന പേരിൽ വലിയ ഭക്ഷണവും സദ്യയും ആളുകളെ ക്ഷണിക്കലുമൊക്കെയുണ്ട്. അതൊക്കെ ഒരു പക്ഷേ ഒരു ധൂർത്തിൻ്റെ ഗണത്തിലാണ് ഉൾപ്പെടുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല പലപ്പോഴും അതൊരു ഹജ്ജിന് പോകുന്നത് നാലാൾ അറിയട്ടെ എന്ന തരത്തിലേക്ക് പൈശാചികമായി ചിന്തിക്കാനും ചിന്തിപ്പിക്കുവാനും ഒക്കെ കാരണമായി പോകാറുണ്ടോ എന്ന് പോലും പലപ്പോഴും സംശയിക്കാവുന്ന തരത്തിലാണ് ജനങ്ങളുടെ പല നീക്കങ്ങളും കണ്ടുവരാറുള്ളത്. ഒരു പക്ഷേ അതുകൊണ്ടൊക്കെ ആയിരിക്കാം മൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുഖ്, ഫിസ്ക്, റഫസ്, അനാവശ്യമായ സംസാരങ്ങളും പ്രവർത്തനങ്ങളും ഒന്നുമില്ലാതെ മബ്രൂറായ ഹജ്ജ് എന്നൊക്കെയുള്ള പ്രയോഗം ഹദീസുകളിലൂടെ വന്നത്. ഒരു റിയാ, ലോകമാന്യത ഉണ്ടാകാൻ പാടില്ല. അത് ഹജ്ജിൻ്റെ കാര്യത്തിനും പാടില്ല, മറ്റു അമലുകളുടെ കാര്യത്തിനും പാടില്ല. ഇതൊക്കെ ഒരു പക്ഷേ ഒരു ലോകമാന്യത, ഉജ്ബ്, അതേപോലെ അവരുടെ ഹജ്ജ് കല്യാണത്തേക്കാൾ ഒന്നുകൂടെ നമ്മളെ ഹജ്ജ് കല്യാണം ഒന്ന് മെച്ചപ്പെടണം എന്നൊക്കെയുള്ളൊരു ചിന്ത, ധൂർത്ത്, ധാരാളിത്തം, ആർഭാടം, ഇതിനൊക്കെ അത്തരം പരിപാടികൾ വേദി ഒരുങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുടുംബത്തിലുള്ള ഒരാളുടെ വീട്ടിൽ പോകുന്നതോ ഒന്നും തെറ്റാണ് എന്ന അർത്ഥത്തിലല്ല.